ഹായ്, നമസ്കാരം. വയലിൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇത് മൂന്നാമത്തെ പാർട്ടാണ് വയലിൻ ക്ലാസ്സിൻ്റെ. കഴിഞ്ഞ 2 ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് പറഞ്ഞത്. ആദ്യത്തിൽ ഒരു ഇൻട്രൊഡക്ഷൻ, രണ്ടാമത്തേത് വയലിനും വയലിൻ്റെ ഡീറ്റെയിൽസും, ഏത് ബുക്ക് ഫോളോ ചെയ്യണം, എങ്ങനെ, സ്റ്റാഫ് നൊട്ടേഷൻ, അതിൻ്റെ സ്റ്റാഫ്, ബാർ, ഇത്തരം കാര്യങ്ങളാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ വളരെ ഒരു സംശയം ഉണ്ടാവും, ഇതിപ്പോൾ വയലിൻ ട്യൂൺ ചെയ്യാൻ പറ്റും. വയലിൻ എല്ലാവരും സംഘടിപ്പിച്ച് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടമായിട്ടുള്ളവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, പഠിക്കാനുള്ളൊരു ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഇന്ന് ഞാനിവിടെ വെസ്റ്റേൺ വയലിൻ ട്യൂൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നു. ഓക്കെ, ഇതിലിപ്പം ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇത് പണ്ട് വളരെ ഈ കീബോർഡിൽ ഒരു എ നോട്ട് വെച്ച് ആദ്യഘട്ടത്തിൽ കംപ്ലീറ്റ് മാർഷ്മാരാണ് ഇത് ട്യൂൺ ചെയ്തിരുന്നത്. ട്യൂൺ ചെയ്യുക എന്നുള്ളത് വലിയൊരു പണിയാണ്. ഓരോ പ്രോഗ്രാമിലും ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവരുടെ വയലിൻ ട്യൂൺ ചെയ്തെടുക്കുക എന്നുള്ളത് തന്നെ വളരെ നല്ലൊരു പണിയാണ്. അത് പ്രത്യേകിച്ച് ഇന്ത്യൻ വയലിനൊക്കെ ആണെങ്കിൽ ട്യൂൺ ചെയ്യാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ടാണ് നമ്മൾ ചൈനീസ് വയലിൻ അല്ലെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ വയലിൻ പ്രിഫർ ചെയ്യുന്നത്. ഇതിൻ്റെ കറക്റ്റ് പിച്ചിലേക്ക് ഇത് ട്യൂൺ വരില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഞാൻ ഇതിനൊരു ആപ്പാണ് യൂസ് ചെയ്യണത്. നമുക്ക് മൊബൈൽ സ്മാർട്ട് ഫോണിൽ പ്ലേ സ്റ്റോറിൽ ഇന്ന് ഫ്രീ വയലിൻ ട്യൂണർ എന്ന് പറഞ്ഞ് എടുത്താൽ കുറേ ആപ്സ് വരും. അതിൽ ഇപ്പോൾ ഗിറ്റാർ ആൻഡ് വയലിൻ ട്യൂണർ എന്നുള്ളൊരു ആപ്പ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് എടുക്കണം. അതിൻ്റെ ആ ആപ്പ് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ നമുക്ക് കീബോർഡും ട്യൂണറും, ആദ്യഘട്ടത്തിൽ കീബോർഡും, രണ്ടാമത് ട്യൂണർ മെട്രോണോ എന്ന് പറഞ്ഞിട്ട് ഒരു ബാറ്ററി യൂസ് ചെയ്തിട്ട് വയ്ക്കുന്ന ചെറിയ മൊബൈൽമാരിൽ തന്നെ ഒരു എക്യുപ്മെൻ്റ് ഉണ്ടായിരുന്നു. അതിപ്പോഴും ഉണ്ട്, മ്യൂസിക് ഷോപ്പിലൊക്കെ കിട്ടും. അതാണ് യൂസ് ചെയ്തിരുന്നത്. അതും ഇപ്പോൾ യൂസ് ചെയ്യണ്ട. ഇപ്പോൾ നമുക്ക് ഈ മൊബൈൽ ഫോൺ വെച്ച് തന്നെ ഇത് ട്യൂൺ ചെയ്യാൻ പറ്റും. അതിൽ നിന്ന് ഇപ്പോൾ ഈ പറഞ്ഞ പ്ലേ സ്റ്റോറിൽ നമ്മൾ ഏതെങ്കിലും ട്യൂണർ, വയലിൻ ട്യൂണർ ഉണ്ട്, ഗിറ്റാർ വയലിൻ ട്യൂണർ ഉണ്ട്, അതിലേതെങ്കിലും ഒന്നും ഡൗൺലോഡ് ചെയ്യുക. അതിൻ്റെ സെറ്റിങ്സ് പോയാൽ ഗിറ്റാർ, വയലിൻ, ബാസ്, ഉക്കേലെ, വിയോള, ചെല്ലോ, അങ്ങനെ പലതും കാണും. നമ്മളതിൽ വയലിൻ വയലിൻ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ EADG എന്നുള്ള ആ ട്യൂണിങ്ങാണ് നമുക്ക് വേണ്ടത്. ആ കറക്റ്റ് പിച്ചിൽ ഉള്ളതല്ല. ഇപ്പം ഞാനിതെല്ലാം കുറച്ച് മാറ്റി വെച്ചേക്കാണ്. എന്നിട്ട് എങ്ങനെ നമ്മൾ അത് കറക്റ്റ് ട്യൂണിങ്ങിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇതിൽ ട്രൈ ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മുടെ ഈ ട്യൂണിങ് ആണ്. E5 ആണ് പിയാനോയിലെ E5 നോട്ടാണ് വയലിൻ്റെ E ആയിട്ട് വരുന്നത്. ശരിക്കും അതിൻ്റെ ട്യൂണിങ് ഇങ്ങനെ സൗണ്ടും കൂടെ അതിൽ വരുന്നുണ്ട്. ഇപ്പോൾ സൗണ്ട് ഇപ്പോൾ ഇതിൽ റെക്കോർഡാവില്ല. അതാണ് E5 എന്നുള്ള പിയാനോയിലെ ട്യൂണിങ്ങിലേക്കാണ് നമ്മളിത് ട്യൂൺ ചെയ്തെടുക്കേണ്ടത്. സെക്കൻഡ് സ്ട്രിങ് A4, തേർഡ് സ്ട്രിങ് D4, ഫോർത്ത് സ്ട്രിങ് G3. ഇതിൽ ആദ്യം നമ്മൾ A അല്ലെങ്കിൽ Dയിൽ സ്റ്റാർട്ട് ചെയ്യുക. കാരണം ഈ സ്ട്രിങ് വളരെ തിന്നായതുകൊണ്ട് പൊട്ടാനുള്ള സാധ്യതകളുണ്ട്. ഇത് വയലിൻ ട്യൂൺ ചെയ്യുമ്പോൾ തന്നെ അത് അത്യാവശ്യം പണിയാണ്. ട്യൂൺ ചെയ്യുമ്പോൾ ബിഗിനിങ്ങിൽ എല്ലാവർക്കും ഈ പ്രശ്നം ഉണ്ടാവാറുണ്ട്. പലപ്പോഴും ഞാനൊക്കെ ട്യൂൺ ചെയ്യുന്ന സമയത്തും പലതവണയും വയലിൻ സ്ട്രിങ്സ് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വയലിൻ മേടിക്കുമ്പോൾ തന്നെ ഒരു സെറ്റ് സ്ട്രിങ്സ് സ്പെയർ മേടിക്കുക. സ്പെയർ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ 4 സ്ട്രിങ്സും പിന്നെ അഡീഷണൽ ഒരു സ്ട്രിങ്ങും. കാരണം എന്താ വെച്ചാൽ സ്ട്രിങ് പൊട്ടാൻ വളരെ സാധ്യത കൂടുതലുണ്ട്. വളരെ ഗേജ് കുറഞ്ഞതാണ്, അതുകൊണ്ട് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ എടുത്തു വെച്ചിട്ട് ഈ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ ഈ ഗിറ്റാർ വയലിൻ ട്യൂണർ അല്ലെങ്കിൽ വയലിൻ ട്യൂണർ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട്, ഇത് ഗിറ്റാർ വയലിൻ ട്യൂണറാണ്. അതിൻ്റെ സെറ്റിങ്സിൽ വയലിൻ എടുത്താൽ നമ്മളുടെ ഓരോ സ്ട്രിങ് ആയിട്ട് ട്യൂൺ ചെയ്യാം. മെയിൻ ട്യൂണിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതാണ് എ സ്ട്രിങ്. ഇപ്പോൾ ഇതിൽ നിൽക്കുന്നത് F#നും Gക്കും നടുവിലാണ്. അത് നമ്മൾ ടൈറ്റ് ചെയ്ത് എയിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഇത് വലത്തെ കൈ കൊണ്ട് വലത്തോട്ട് ടൈറ്റ് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇതിങ്ങനെ ഇപ്പോൾ G#ആയി. ഇപ്പോൾ എ കടന്നു. ഈ എ കടന്നത് നമ്മൾ പിന്നെ ഇവിടെ ഫൈൻ ട്യൂണർ ഉണ്ട്. ഈ ഫൈൻ ട്യൂണർ വെച്ചിട്ട് ഇതിൻ്റെ ഈ നീഡിൽ കറക്റ്റ് സെൻറ്ററിലേക്ക് കൊണ്ടുവരണം. ഇപ്പോൾ ഏകദേശം കറക്റ്റാണിത് A4. അതേപോലെ ഇതിൻ്റെ അടുത്ത D, ഇതിപ്പോൾ C# നിൽക്കുന്നത്. D അത് കുറച്ച് ടൈറ്റ് ചെയ്താൽ Dയിലേക്ക് ആവും. ഇപ്പോൾ D കടന്നു. ആ Dയുടെ കറക്റ്റ് സെൻറ്ററിൽ തന്നെ
കറക്റ്റ് നീഡിൽ കറക്റ്റ് സെൻറ്ററിൽ വരുന്ന വരെ ഈ ഫൈൻ ട്യൂണർ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഫൈൻ ട്യൂണർ ടൈറ്റ് ചെയ്യുമ്പോൾ അത് മേലോട്ട് കയറിപ്പോവും, ലെഫ്റ്റിലോട്ട് തിരിച്ചാൽ കുറയും. ഇപ്പോൾ ഡി ഇപ്പോൾ ഓൾമോസ്റ്റ് കറക്റ്റാണ്. ഡി ആ നീഡിൽ അതിൻ്റെ നേരെ വരുന്ന പോലെ. ഓക്കെ, ഇപ്പോൾ ഡി കറക്റ്റായി. ഇനി ഇപ്പോൾ ജി ഇപ്പോൾ എഫിനും എഫ് ഷാർപ്പിനും ഇടയ്ക്കാണ് നിൽക്കുന്നത്. അത് കുറച്ച് ടൈറ്റ് ചെയ്യുക ഇവിടെ പെഗ്. അപ്പോൾ ഓൾമോസ്റ്റ് ജിയിലേക്ക് എത്തി. പിന്നെ വേണം ഫൈൻ ട്യൂണർ. ഈ ഫൈൻ ട്യൂണർ ഉപയോഗിച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ചാൽ കുറയും, ഇങ്ങോട്ട് തിരിച്ചാൽ ജി. ഈ ഫൈൻ ട്യൂണർ വെച്ചിട്ട് തിരിക്കുക. നമ്മളൊരു കൈ കൊണ്ട് ഇവിടെ സ്ട്രിങ് പതുക്കെ തട്ടുമ്പോൾ ഈ അടുത്ത കൈ കൊണ്ട് തിരിക്കുക. ഇപ്പോൾ ജിയിലേക്ക് വരും. പെഗ് ട്യൂൺ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് നന്നായി പ്രസ് ചെയ്ത് പിടിച്ചിട്ട് വേണം ടൈറ്റ് ചെയ്യാൻ. ആദ്യം കുറച്ച് ലൂസാക്കി പിടിക്കുക, എന്നിട്ട് കുറച്ച് ടൈറ്റ് ചെയ്യുക, എന്നിട്ട് കുറച്ച് ഉള്ളിലേക്ക് ഇത് പ്രസ് ചെയ്ത് കയറ്റുക. അല്ലെങ്കിൽ തിരിച്ചിങ്ങനെ ഉരുപോരും. അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. എല്ലാ പെഗ്സും അത് തന്നെയാണ്. ഇപ്പോൾ 3 സ്ട്രിങ് അതിന് നമുക്ക് ഈ വരേണ്ടത് നമുക്ക് ശരിക്കും E5 എന്നുള്ള നോട്ടിലേക്കാണ്. E5 ഇവിടെ D # 5 നിൽക്കുന്നത്. അപ്പോൾ അത് ട്യൂണിങ് ഇവിടെ ഈ മെയിൻ ട്യൂണറിൽ കുറച്ച് ടൈറ്റ് ചെയ്യുക. D5 എന്നുള്ളത് D ഷാർപ്പിനും 5 അടിക്കുക. എന്നിട്ട് പിന്നെ ഫൈൻ ട്യൂണറിൽ ഇവിടെ ടൈറ്റ് ചെയ്താൽ അത് ഓൾമോസ്റ്റ് ചെയ്യാം. E5 ഇപ്പോൾ E5 ഇവിടെ കറക്റ്റായി. ഫസ്റ്റ് സ്ട്രിങ് E5, A4 സെക്കൻഡ്. എല്ലാ സ്ട്രിങ്ങും ട്യൂൺ ചെയ്ത് വരുമ്പോൾ വീണ്ടും കുറച്ച് ഇത് വ്യത്യാസം വരും, ലൂസാവും. അപ്പോൾ ഇത് ഒന്നും കൂടി ഓരോ തവണയും ട്യൂൺ ചെയ്യണം. A4, അതുപോലെ അടുത്ത D സ്ട്രിങ്, മൂന്നാമത്തെ D ഓൾമോസ്റ്റ് കറക്റ്റാണ്. നാലാമത്തെ G. ഓക്കെ, G. ഇങ്ങനെയാണ് ഏകദേശം ട്യൂൺ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ 4 സ്ട്രിങ്ങും ഏകദേശം ട്യൂണിങ് കറക്റ്റാണ്. E5, A4, D4, G3 കുറച്ച് കുറവാണ്. നമ്മളിവിടെ ടൈറ്റ് ചെയ്താൽ ഇങ്ങോട്ട് വരും. D4. ഈ വിധത്തിലാണ് ഇത് ട്യൂൺ ചെയ്യുന്നത്. ഇത് 2-3 തവണ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ സ്വയം ചെയ്യാൻ പറ്റും. അതായത് ആദ്യത്തെ ഘട്ടത്തിൽ ഇപ്പോൾ 1-2 സ്ട്രിങ് ഈ സ്ട്രിങ്ങാണ് പൊട്ടാൻ സാധ്യതയുള്ളൂ. പൊട്ടിയാലും അതൊരു 2-3 തവണ ട്രൈ ചെയ്യുമ്പോൾ ഇത് ശരിയാവും. ഇതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ്. ഇപ്പോൾ മറ്റേത് ട്യൂൺ ചെയ്യാൻ വേണ്ടി നമ്മുടെ സ്റ്റുഡൻസൊക്കെ ക്ലാസ്സിന് വരുമ്പോൾ ട്യൂൺ ചെയ്യും, അല്ലെങ്കിൽ പിന്നെ അത് വരാൻ പറ്റാത്തൊരു ആരെങ്കിലും കൊടുത്തു വിട്ട് ട്യൂൺ ചെയ്യും. അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ വെസ്റ്റേൺ വയലിൻ അതിൻ്റെ കറക്റ്റ് ട്യൂണിങ്ങിലേക്ക് മൊബൈൽ ആപ്പ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ട്യൂൺ ചെയ്യാമെന്നുള്ളതാണ് കണ്ടത്. ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ ക്ലാസ് അതിൻ്റെ ഒരു ഫ്ലോയിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുവരെ ക്ലാസ് കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈറ്റാഗോഹൻ ബുക്ക് മെത്തേഡ് അതിൻ്റെ സിസ്റ്റമാറ്റിക്കുള്ള പ്ലേയിങ് ലെവലിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. താങ്ക് യു. ബൈ.